മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 27-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 18 വേഴ്സ് 27. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഭാരത പര്യടനത്തിനിടയിലാണ് ശ്രീ ശങ്കരൻ ശക്തിഭദ്രനെ കാണുന്നത്. ആചാര്യ ചൂടാമണി എന്ന പേരിൽ അദ്ദേഹം ഒരു സംസ്കൃത നാടകം എഴുതി കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആരെയെങ്കിലും ഈ നാടകകാവ്യം ഒന്ന് കാണിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അങ്ങനെയാണ് ശക്തിഭദ്രൻ ശ്രീ ശങ്കരനെ കാണാൻ എത്തുന്നത്. ആൽത്തറയിൽ നിശബ്ദനായിരിക്കുന്ന സ്വാമിയുടെ അടുത്തിരുന്ന് ശക്തിഭദ്രൻ കാവ്യം മുഴുവൻ വായിച്ചു കേൾപ്പിച്ചു. ശ്രീ ശങ്കരനാകട്ടെ കണ്ണുകൾ അടച്ചിരുന്നു, ഒന്നും മിണ്ടിയില്ല. കാവ്യം വായിച്ചു തീർന്നിട്ടും ശ്രീ ശങ്കരൻ കണ്ണു തുറക്കുകയോ ശക്തിഭദ്രനെ നോക്കുകയോ ചെയ്തില്ല. തന്റെ ഗ്രന്ഥം അനുചിതമായതുകൊണ്ടാവാം സ്വാമി അഭിപ്രായമൊന്നും പറയാതിരുന്നതെന്ന് ശക്തിഭദ്രൻ കരുതി. നിരാശനായ ആൾ വീട്ടിലെത്തി ആഴികൂട്ടി അതിലേക്ക് കാവ്യം ഓരോന്നായി വലിച്ചെറിഞ്ഞു. ഹൃദയം പറഞ്ഞു പോകുന്ന മാനസിക വ്യഥയോടെ പിന്നീട് കട്ടിൽ കയറി കിടക്കുകയും ചെയ്തു. നാളുകൾ കഴിഞ്ഞു. ഒരു നാൾ ശ്രീഭദ്രൻ ഒരു വാർത്ത കേട്ടു. പ്രഗത്ഭനായ സ്വാമി ശ്രീ ശങ്കരൻ ശക്തിഭദ്രനെ തേടി വരുന്നുവെന്ന്. അയാൾ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് സ്വാമിയെ വണങ്ങി. പുഞ്ചിരിയോടെ ശ്രീ ശങ്കരൻ പറഞ്ഞു, ശക്തിഭദ്ര, താങ്കളുടെ കാവ്യം മനോഹരമായിരിക്കുന്നു. അത് ജനഹൃദയങ്ങളിൽ എത്താൻ ഇനി വൈകരുത്. സ്വാമിയുടെ വാക്ക് കേട്ടപ്പോൾ ശക്തിഭദ്രന്റെ മുഖത്ത് മഴക്കാറുകൾ നിറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, അടിയനോട് ക്ഷമിക്കണം. ഞാനത് അങ്ങയുടെ മുന്നിൽ വായിച്ചപ്പോൾ ഒന്നും മിണ്ടാതിരുന്നതുകൊണ്ട് എന്റേത് മോശമായ കൃതിയായിരിക്കാമെന്ന് കരുതി ആ കാവ്യം ചുട്ടുകളഞ്ഞു. ഒരു വരി പോലും ഓർമ്മയില്ല. നിന്റെ കയ്യിൽ ഓലയും നാരായവുമില്ലേ? ശ്രീശങ്കരൻ ചോദിച്ചു. സ്വാമിയുടെ ഉത്തരവ് കേട്ടപാടെ ശക്തിഭദ്രൻ ക്ഷണം അത് എടുത്തു. എഴുതിക്കൊള്ളുക. സ്വാമി കണ്ണുകളടച്ചു. ആചാര്യ ചൂടാമണിയുടെ ആദ്യ വരി മുതൽ അവസാന വരി വരെ സ്വാമികൾ തെറ്റാതെ പറഞ്ഞുകൊടുത്തു. ശ്രീശങ്കരന്റെ ഓർമ്മശക്തിയെക്കുറിച്ചുള്ള ഈ കഥ ഏറെ താമസിയാതെ പ്രസിദ്ധമാവുകയും ചെയ്തു. ഓർമ്മയുടെ സ്വർഗത്തിൽ നിന്ന് നമ്മെ പുറത്താക്കുവാൻ ആർക്കും സാധ്യമല്ല. അതേ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ആ ബോധ്യത്തോടെ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.